ഹായ് എവരി വൺ, ഫണ്ടക്കേണിൻ്റെ അടുത്ത ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫണ്ണി വീഡിയോ കണ്ടൻറ്റുകളും ഫ്യൂച്ചറിസ്റ്റിക് ടെക്നിക്കൽ കണ്ടൻറ്റുകളും അതുവഴിയുള്ള ഏണിംഗ് പ്ലാറ്റ്ഫോമുകളെയും പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണ് ഫണ്ടക് ഏൺ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത ഏവർക്കും നന്ദി. തുടർന്നും എല്ലാവിധ സപ്പോർട്ടുകളും പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിലേക്ക് പോകാം. യുബിറ്റ് കോയിൻ എന്ന് പറഞ്ഞ ഈ ഒരു പ്രൊജക്റ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ വീഡിയോ കാണുന്നതിന് മുമ്പായി നമുക്ക് ചില സെറ്റപ്പുകൾ നമ്മുടെ ഡീസെൻട്രലൈസ്ഡ് വാലറ്റിൽ ചെയ്യേണ്ടതുണ്ട്. അത് എന്താണെന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഡീസെൻട്രലൈസ്ഡ് വാലറ്റാണ്. ആ വാലറ്റിലേക്ക് നമുക്ക് യുബിറ്റ് സ്മാർട്ട് ചെയിൻ ഇമ്പോർട്ട് ചെയ്യണം. യുബിറ്റ് സ്മാർട്ട് ചെയിനിൽ നിന്നുകൊണ്ട് യുബിറ്റ് കോയിൻ്റെ കോൺട്രാക്റ്റ് അഡ്രസ്സ് കൊണ്ട് യുബിറ്റ് കോയിൻ നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം വേണം യുബിറ്റ് കോയിൻ എന്ന് പറഞ്ഞ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് നമുക്ക് രജിസ്ട്രേഷന് വേണ്ടി പോവാൻ. രജിസ്ട്രേഷന് പോകുന്നതിന് മുമ്പ് ഒരു രജിസ്ട്രേഷൻ ലിങ്ക് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യമാണ്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ രജിസ്ട്രേഷന് വേണ്ടി തുടക്കം കുറിക്കാവുള്ളൂ. അതെങ്ങനെയൊക്കെ എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ള സെറ്റപ്പുകളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വളരെ വ്യക്തമായി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓരോരോ വീഡിയോകൾ എന്തിനു വേണ്ടിയെന്ന്. അതുപോലെ തന്നെ എൻ്റെ റെഫറൽ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ആ ലിങ്ക് കോപ്പി ചെയ്തിട്ട് വേണം നിങ്ങളവിടെ മെറ്റാമാസ്കിൻ്റെ സെർച്ചിങ് ബാറിൽ നിങ്ങളത് പേസ്റ്റ് ചെയ്തിട്ട് വേണം രജിസ്റ്റർ ചെയ്യാൻ. മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുക. മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെ ആയിരിക്കും. യുബിറ്റ് സ്മാർട്ട് ചെയിനിലാണ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത്. താഴത്ത് USD ടോക്കൺ കാണാം. അതിൻ്റെ താഴത്ത് യുബിറ്റ് ടോക്കൺ കാണാം. ഇവിടെ നമ്മൾ സെർച്ച് ബാറിൽ നാലാമത്തെ ഓപ്ഷനായ സെർച്ചിൽ നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് തന്നിരിക്കുന്ന റെഫറൽ ലിങ്ക് ഉപയോഗിച്ച് അവിടെ പേസ്റ്റ് ചെയ്യണം. എൻ്റെ റെഫറൽ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നും നിങ്ങൾക്ക് കോപ്പി ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടാവും. വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും ഞാൻ ആ ലിങ്ക് കോപ്പി ചെയ്യുന്നു. നേരെ മെറ്റാമാസ്കിൽ കൊണ്ടുവരുന്നു. നമുക്ക് സെർച്ചിങ്ങിൻ്റെ എടുത്തു. അവിടെ നമ്മൾ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് സെർച്ച് കൊടുക്കുന്നു. അപ്പോഴത്തേക്കും യുബിറ്റ് കോയിൻ്റെ രജിസ്ട്രേഷൻ മെനുവിലേക്ക് നമ്മൾ റീലോഡാകും. അവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളത് കാണാം. അവിടെ റെഫറൽ ID കാണാം. തൊട്ട് താഴത്ത് റെഫറൽ നെയിം കാണാം. ഇവിടെ ഫുൾ നെയിമിൻ്റെ പേരിൽ നമ്മുടെ ഫുൾ നെയിം, നമ്മുടെ പേര് പൂർണ്ണമായിട്ടും ടൈപ്പ് ചെയ്യുക. അതിൻ്റെ തൊട്ട് താഴത്ത് നമുക്ക് ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സ് കൊടുത്തതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴത്ത് പാസ്വേഡാണ് അടിക്കേണ്ടത്. ഇമെയിൽ അഡ്രസ്സിൻ്റെ തൊട്ട് താഴത്ത് ലോഗിൻ ID ആണ്. ലോഗിൻ ID നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വെക്കാം. ഇപ്പം ഇവിടെ എൻ്റെ പേരിൻ്റെ ആദ്യത്തെ ഇതാണ് വെക്കുന്നത്. ഇഷ്ടമുള്ള പേര് നമുക്കവിടെ ചെയ്യാം. ഇവിടെ ഫസീല എന്ന് ഞാൻ അടിച്ചു. അതിൻ്റെ തൊട്ട് താഴത്ത് നമ്മൾ പാസ്വേഡാണ് സെറ്റ് ചെയ്യേണ്ടത്. ആൽഫ ന്യൂമറിക് ആയിരിക്കണം. 8 ക്യാരക്ടറിന് മുകളിലായിരിക്കണം. ഒരു ക്യാരക്ടർ ഉണ്ടായിരിക്കണം. ഒരു സിമ്പിൾ ഉണ്ടായിരിക്കണം. ന്യൂമറിക് ഉണ്ടായിരിക്കണം. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉണ്ടായിരിക്കണം. സ്മോൾ ലെറ്റേഴ്സ് ഉണ്ടായിരിക്കണം. അതിൻ്റെ തൊട്ട് താഴത്ത് കാണുന്ന യുബിറ്റ് സ്മാർട്ട് ചെയിൻ എന്ന് പറഞ്ഞ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളിപ്പോൾ നിൽക്കുന്ന വാലറ്റ് അഡ്രസ്സിൻ്റെ അഡ്രസ്സ് തന്നെയാണോ എന്നൊന്ന് റീചെക്ക് ചെയ്തതിന് ശേഷം വേണം നമ്മൾ രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ. പാസ്വേഡ് സെറ്റ് ചെയ്തു. നമുക്കതൊന്നും കൂടെ ഒന്ന് റീചെക്ക് ചെയ്യാൻ. നമ്മുടെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ അഡ്രസ്സ് ശരിയാണോ, ഈ അഡ്രസ്സ് തന്നെയാണോ, നമ്മുടെ അഡ്രസ്സ് അവിടെ കാണിക്കുന്നുണ്ട്, ആ അഡ്രസ്സ് തന്നെയാണോ എന്ന് റീചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ രജിസ്ട്രേഷൻ കൊടുക്കാവുള്ളൂ. ഒരുപക്ഷെ നിങ്ങൾക്ക് ആ അഡ്രസ്സ് അല്ല വന്നിരിക്കുന്നതെങ്കിൽ നമ്മുടെ ഹിസ്റ്ററി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആവും. അതിനുവേണ്ടി നമുക്ക് സെറ്റപ്പ് ഒന്ന് തുറക്കാം. ഈ അഡ്രസ്സ് തന്നെ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ സെറ്റപ്പ് മെനു ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം അവിടെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ
ക്ലിയർ പ്രൈവസി ഡാറ്റ എന്നുള്ള അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴത്ത് ക്ലിയർ ബ്രൗസിംഗ് ഹിസ്റ്ററി അതും ക്ലിയർ ചെയ്ത് കൊടുക്കുക. ക്ലിയർ ബ്രൗസിംഗ് കുക്കീസ് അതും ക്ലിയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ വാലറ്റിലേക്ക് ഓപ്പൺ ചെയ്യുക. നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. വീണ്ടും ആദ്യം നമ്മൾ ചെയ്തതുപോലെ തന്നെ വീണ്ടും ബ്രൗസർ ഓപ്പൺ ചെയ്യുക. നമ്മുടെ റെഫർ ലിങ്ക് കോപ്പി ചെയ്ത് കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യുക. ആ റെഫർ ലിങ്ക് എൻ്റെ റെഫർ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും കോപ്പി ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ ബ്രൗസറിൽ പേസ്റ്റ് ചെയ്ത ശേഷം സെർച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ വാലറ്റ് ഇവിടെ ചോദിക്കും. ഈ വാലറ്റ് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കണക്റ്റ് കൊടുക്കുക. കണക്റ്റ് കൊടുത്തതിന് ശേഷം കണക്റ്റ് ആയ ശേഷം നോക്കിക്കഴിഞ്ഞാൽ അതേ വാലറ്റ് അഡ്രസ്സ് തന്നെ ആയിരിക്കും ഇവിടെ താഴത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, അത് റീചെക്ക് ചെയ്തു കൺഫേം ആണെങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, ഒന്നും കൂടെ നമ്മുടെ പേര് ടൈപ്പ്. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ആക്കി വെക്കാനും മറക്കരുത്. ഫണ്ടക്കേണിൻ്റെ മറ്റൊരു വീഡിയോയുമായി വരും വരെ ഏവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. ഇമെയിൽ അടിച്ചു. ലോഗിൻ ഐ ഡി ഞാൻ താഴത്ത് ഫസീല എന്ന് ടൈപ്പ് ചെയ്തു. പാസ്വേഡ് അടിക്കുന്നു. പാസ്വേഡ് ഞാൻ വീണ്ടും പറയുന്നു, 8 ക്യാരക്ടർ ഉണ്ടായിരിക്കണം, ആൽഫ ന്യൂമറിക് ആയിരിക്കണം. അതിനുശേഷം നമ്മൾ നമ്മുടെ വാലറ്റ് അഡ്രസ്സ് റീചെക്ക് ചെയ്തു, കൺഫേം കൊടുത്തു. കണ്ടീഷൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ടാപ്പ് ചെയ്തിട്ട് വായിച്ച് നോക്കാം. അക്സെപ്റ്റ് ടേം ആൻഡ് കണ്ടീഷൻ നമ്മൾ കൊടുത്തതിന് ശേഷം രജിസ്റ്റർ കൊടുക്കുക. അപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ ഇത് രജിസ്ട്രേഷനായി. ഇവിടെ നമ്മുടെ പേര് കാണിക്കും, നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത വാലറ്റ് അഡ്രസ്സ് അവിടെ കാണിക്കും, നമ്മുടെ റെഫറൽ ഐ ഡി കാണിക്കും, ഇമെയിൽ കാണിക്കും, ലോഗിൻ ഐ ഡി കാണിക്കും. നമ്മൾ കൊടുത്തിരിക്കുന്ന ലോഗിൻ ഐ ഡി പിന്നെ പാസ്വേഡ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ലോഗിൻ ചെയ്യുക. ഇവിടെ തൊട്ട് താഴത്ത് ലോഗിൻ കിടപ്പുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ലോഗിൻ ചെയ്ത ലോഗിൻ ബട്ടൺ വരും. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും കാണുക. കണ്ടോ, ലോഗിൻ ഐ ഡി വന്നിട്ടുണ്ട്. ഈ ലോഗിൻ ഐ ഡിയുടെ ഇവിടെ നമ്മൾ നേരത്തെ അടിച്ച ലോഗിൻ ഐ ഡി, നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന ഏത് പേരാണോ ആ പേര് അടിക്കുക. അതിനുശേഷം പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് ലോഗിൻ താഴത്ത് വാലറ്റ് അഡ്രസ്സ് കാണിക്കും. അതേ അഡ്രസ്സ് തന്നെ ആയിരിക്കും നമ്മുടെ മെറ്റാമാസ്കിൽ കാണിക്കുന്ന അഡ്രസ്സും. ലോഗിൻ കൊടുത്ത് ലോഗിനായി. ലോഗിൻ ആകുമ്പോൾ കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെ ആയിരിക്കും. ബിഡിങ്ങിൻ്റെ ഒരു പോപ്പപ്പ് വിൻഡോ ആയിരിക്കും ആദ്യം വരുന്നത്. അതൊരു അഡ്വർടൈസ്മെൻ്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ വേണ്ട. ഇവിടെ കാണിക്കും, കണ്ടോ, ടിക്കറ്റ് പ്രൈസും കാര്യങ്ങളുമൊക്കെ. യുബിറ്റ് കോയിൻ്റെ ഒട്ടുമിക്ക എല്ലാ പ്രൊജക്റ്റുകളും ഇന്ന് ലൈവിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ആക്ടിവേഷൻ ആയിട്ടില്ല. നമ്മളിപ്പോൾ ഐ ഡി രജിസ്റ്റർ ചെയ്തല്ലേ ഉള്ളൂ. ഇനി സ്റ്റേക്ക് ചെയ്താൽ മാത്രമാണ് ഇവിടെ നമുക്ക് ആക്ടിവേഷൻ ആകുക. അതെങ്ങനെ സ്റ്റേക്ക് ചെയ്യുന്നതും, എങ്ങനെ യുബിറ്റ് കോയിൻ പർച്ചേസ് ചെയ്യാം, എങ്ങനെ USC കോയിൻ നമുക്ക് ബൈ ചെയ്യാം എന്നുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഇനി അങ്ങോട്ടേക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും പിന്നീട് നമുക്ക് കയറി അത് കാണാം. ഇത് നമ്മുടെ മെയിൻ വാലറ്റ് ബാലൻസ് ആണ്. നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. FX ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് OTT പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെ ഒട്ടുമിക്ക എല്ലാ പ്രൊജക്റ്റുകളിലേക്കും നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്നും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, താങ്ക് യു. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ആക്കി വെക്കാനും മറക്കരുത്. ഫണ്ടക്കേണിൻ്റെ മറ്റൊരു വീഡിയോയുമായി വരും വരെ ഏവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.